ഷാനയെ ക്ഷണിക്കുന്നു. Good afternoon all. മുസൽസൽ യൂണിയൻ ഇനാഗുറേഷൻ്റെ സമാപന വേളയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കേണ്ടത്. ആരും തന്നെ നിങ്ങളെല്ലാവരും കൾച്ചറൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് അറിയാം. പിന്നെ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മൾ യൂണിയൻ ഇനാഗുറേഷൻ ഇന്നാണെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തത് മുതൽ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങളെല്ലാവരും പൂർണ്ണ സഹകരണവും പിന്തുണയും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മളെ മുന്നിൽ മെയിനായിട്ടുള്ളത് നമ്മുടെ ഫൈൻ ആർട്സ് ആണ്. ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മളെ അസീസറും നമ്മളെ മുഖ്യ അതിഥിയും ഉദ്ഘാടനം ചെയ്ത ഷംസുദ്ദീൻ MLA കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങളാണ് ഞങ്ങളെ തിരഞ്ഞെടുത്തത്. ഇനിയും നിങ്ങൾ ഞങ്ങളെ കൂടെ ഉണ്ടാവണം. നിങ്ങളുടെ പിന്തുണയും എല്ലാം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും കൂടെ ഉണ്ടാവണം. ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ ഉദ്ഘാടകൻ അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA നമ്മുടെ മുൻ UUC ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ അമീർ റാഷിദ് KPക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ MK ഹാജി അനുസ്മരണം നിർവഹിച്ച ഷെരീഫ് കുറ്റൂർ, ജനറൽ സെക്രട്ടറി അലി ഫൗണ്ടേഷൻ ഫോർ കൾച്ചർ ആൻഡ് ഹ്യൂമാനിറ്റി, അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ടും വാക്കുകൾ കൊണ്ടും MK ഹാജി ആരാണെന്ന് എന്താണെന്ന് നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്ന അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതേപോലെ ഈ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞ യൂണിയൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫവാസ് K, അധ്യക്ഷൻ അർപ്പിച്ച മുഹമ്മദ് ഷാമിൽ B, യൂണിയൻ ചെയർമാൻ, പ്രിൻസിപ്പൽ അഡ്രസ് നടത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് K, പരിപാടിക്ക് ആശംസകൾ പറഞ്ഞ നമ്മുടെ സ്റ്റാഫ് അഡ്വൈസർ വാസിം MP, ഫൈൻ ആർട്സ് ഡയറക്ടർ അജ്മൽ MP, ഫൈൻ ആർട്സ് ഡയറക്ടർ മുഹമ്മദ് അസീബ് N, സ്റ്റാഫ് എഡിറ്റർ മുഹമ്മദ് ഷെരീഫ് P, ഓഫീസ് സൂപ്രണ്ട് മുജീബ് റഹ്മാൻ ക്ലാരി, സ്റ്റാഫ് ക്ലബ് പ്രസിഡന്റ് അബ്ദുൽ സമദ് K, UUC മുഹമ്മദ് സാബിദ് എന്നിവർക്കും പിന്നെ എൻ്റെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ യൂണിയൻ ഇനാഗുറേഷന് സമാപനം ഇവിടെ കുറിച്ചുവെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമുക്കറിയാം, നവംബറിലായിരുന്നു നമ്മുടെ യൂണിയൻ തുടങ്ങിയത് തന്നെ. എന്നാലും വരുന്ന പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് എല്ലതും തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയി തന്നെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഇനി വരും മാസങ്ങളിൽ ജനുവരിയിൽ സീസോണും അതുപോലെ തന്നെ ആർട്സും സ്പോർട്സും കായിക കലാപരിപാടികളെല്ലാം വരും. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സാന്നിധ്യം ഒപ്പം ഇതുപോലെ തന്നെ എല്ലാവരും യൂണിയൻ്റെ ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള എല്ലാ പരിപാടികളിലും നിങ്ങളെല്ലാവരുടെ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള എല്ലാ പരിപാടികളിലും എല്ലാ കാര്യങ്ങളിലും ഇതുപോലെ തന്നെ എപ്പോഴും നമ്മുടെ കോളേജിൽ ഒരു നിറം പകർന്നുകൊണ്ട് തന്നെ അങ്ങോട്ട് മുന്നോട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനിത് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അവർ നടത്തുന്ന മുസൽസൽ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ EPS കോളേജിലെ അധ്യാപക കൂട്ടായ്മയുടെ സ്റ്റാഫ് ക്ലബിൻ്റെ എല്ലാവിധ ആശംസകളും പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ജയ് PS. സ്റ്റാഫ് ക്ലബ് ട്രഷറർ ഡോക്ടർ ഷബീർ ബേബിയെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. വേദിയിലിരിക്കുന്ന മുഖ്യപ്രഭാഷകൻ അമീൻ റാഷിദ് KP, പ്രിയ സഹപ്രവർത്തകരായുള്ള വാസിം സർ, അജ്മൽ സർ, ഹസീബ് സർ, യൂണിയൻ ചെയർമാൻ ഷാമിൽ, സെക്രട്ടറി ഫവാസ്, മറ്റ് യൂണിയൻ ഭാരവാഹികളെ, സദസ്സിലിരിക്കുന്ന പ്രൗഢഗംഭീരമായ സദസ്സിലിരിക്കുന്ന രാഷ്ട്രീയ ബോധമുള്ള പ്രിയ വിദ്യാർത്ഥികളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ കാണുന്നു. എല്ലാവരും ആവലാതി പൂണ്ടത് ഇവിടെ വരാത്ത കുട്ടികളെ കുറിച്ചാണ്. എന്നാൽ എനിക്ക് അഭിമാനം തോന്നിയത് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കുറിച്ചാണ്. ഇതിനെയാണ് നമ്മൾ പ്രശംസിക്കുന്നത്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ആരായിരിക്കണം എന്നുള്ള ബോധ്യം പോലും നമുക്ക് ഇല്ലാണ്ടായി പോവുകയാണ്. കേവലം സ്വപ്നയും അല്ലെങ്കിൽ
മറ്റേ പെണ്ണിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇവരൊക്കെയാണ് നമ്മുടെ വോട്ട് നിർണ്ണയിക്കുന്നത്. അതിൽ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലുള്ള പ്രിയ വിദ്യാർത്ഥിനികളെ, പരിപാടി ഏറെ വൈകിയെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമ്പോൾ തന്നെ എനിക്ക് പറയാം. ചെറിയ 1-2 വാക്കുകൾ അവസാനിപ്പിക്കാം. പുതിയ യൂണിയൻ നിലവിൽ വന്നിരിക്കുകയാണ്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ആണ് നിങ്ങൾക്കുള്ളത്. കുറഞ്ഞ കാലമാണ് മുമ്പിലുള്ളത്. ഇവിടെ പലരും പറഞ്ഞു ഇന്റർ സോൺ, സി സോൺ, ഇന്റർ സോൺ പോലുള്ള മത്സര കിരീടങ്ങൾ ഈ കലാലയത്തിൻ്റെ മണ്ണിലേക്ക് പഴയകാല പൂർവികർ കൊണ്ടുവന്ന ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടതാണ്. അതുൾപ്പെടെ തന്നെ വിദ്യാർത്ഥികളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ ബാധ്യതപ്പെട്ട, മാഗസിൻ ഇറക്കാൻ ബാധ്യതപ്പെട്ട യൂണിയനാണ്. നിങ്ങൾക്കതിനെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടെ തന്നെ നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അനധ്യാപക സമൂഹത്തിൻ്റെ, വിശിഷ്യ ഓഫീസിൻ്റെ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാ പരിപാടികൾക്കും അതിൽ ബില്ല് കൊണ്ടുവരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ എല്ലാ പിന്തുണ ഞങ്ങളെ കാര്യത്തിൽ നിങ്ങളുടെ വീട്ടിലുണ്ടാവും. ഈ ഷാമിലിൻ്റെയും അതുപോലെ തന്നെ ഫവാസിൻ്റെയും യൂണിയൻ PSUMA കലാലയ ചരിത്രത്തിൽ 2024-25 കാലഘട്ടം ഒരിട്ട് അടയാളപ്പെടുത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതിന് കഴിവെന്ന് പ്രത്യേകിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയപ്പെട്ട കോളേജ് യൂണിയൻ ചെയർമാൻ ഷാമിൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, യൂണിയന്റെ ഇനാഗുറേഷനിൽ നടക്കുന്ന ഈ വേളയിൽ ഒരു കോളേജ് യൂണിയൻ നടത്തേണ്ട കർത്തവ്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി പരാമർശിക്കപ്പെട്ടു. അതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് മാത്രമാണ് ഞാനിവിടെ ആഗ്രഹിക്കുന്നത്. ഈ കുറച്ച് കാലമായിട്ട് ഈ യൂണിയന്റെ കൂടെ അങ്ങനെ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ യൂണിയന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ മാറുന്ന കാലത്ത് ചില മാറ്റങ്ങളും കൂടി നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുവരണം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സിലബസിൽ മാറ്റം വന്നു, ഡിഗ്രിയുടെ ഘടന കംപ്ലീറ്റ് മാറി, നമ്മുടെ കോളേജ് അഫിലിയേറ്റഡ് കോളേജ് എന്ന പദവിയിൽ നിന്നും ഓട്ടോണമസ് കോളേജ് എന്ന പദവിയിലേക്ക് മാറി. ഇങ്ങനെ നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മുടെ യൂണിയന്റെ പ്രവർത്തനങ്ങളിലും ചില മാറ്റങ്ങളല്ല, നമ്മൾ നിരന്തരം നടത്തിക്കൊണ്ടു പോരുന്നതിൽ ചില കാര്യങ്ങൾ ആഡ് ചെയ്താൽ, കൂട്ടിച്ചേർത്താൽ അത് കുറച്ചുകൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നി. നമ്മളിപ്പം കോളേജ് യൂണിയന്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ കോളേജിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കാറാണ്. സി സോണോ ഇന്റർ സോണോ നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പുറത്തു പോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല. പുറത്തുള്ള കോളേജിൽ നിന്നും ഇവിടേക്ക് കോളേജ് കുട്ടികൾ വന്ന് അവരുടെ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവാറില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഈ വർഷത്തെ യൂണിയന് കുറച്ചുകൂടി പ്രവർത്തന കാലഘട്ടം കിട്ടുമെന്നാണ് തോന്നുന്നത്. 3-4 മാസങ്ങളോളം നമുക്കുണ്ട്. തുടർന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ അങ്ങനെയല്ല, വളരെ പരിമിതമായ 1-2 മാസങ്ങൾ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള കോളേജ്, ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ഇന്റർ കോളേജിയറ്റ് മത്സരങ്ങൾ നമ്മുടെ കോളേജുകളിൽ വെച്ച് നടത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അലുമിനി മെന്റർഷിപ്പ് പോലെയുള്ള പരിപാടികൾ, നമ്മുടെ അലുമിനിയിൽ ഒരുപാട് നല്ല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഓൺടർപ്രണേഴ്സ് ഉണ്ട്. അവരൊക്കെ നമ്മുടെ വിദ്യാർത്ഥികളുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കോളേജ് യൂണിയൻ ഏറ്റെടുത്ത് നടത്താൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമുക്ക് പല തരത്തിലുള്ള ഈ ഇന്റേൺഷിപ്പ് ഫെയറുകളുണ്ട്. ഇതൊക്കെ നമുക്ക് മാറ്റങ്ങളിൽ കൊണ്ടുവരാൻ പറ്റുന്നതാണ്. നമ്മുടെ യൂണിയന്റെ പരിപാടികളിലുമായിട്ട് മറ്റുള്ള കോളേജുകളിലെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുമായിട്ട് ഇന്ററാക്ഷൻ സംഘടിപ്പിക്കുക. ഇങ്ങനെ ചില മറ്റുള്ള നമ്മുടെ പുറമുള്ള കുട്ടികളും അധ്യാപകരും ഫാക്കൽറ്റിയും കമ്പനികളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങളെ കുറച്ചുകൂടി ശക്തമാക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഈ കോളേജിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നാവുമെന്ന് എനിക്ക് തോന്നി. ആ ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏതായാലും യൂണിയന്റെ ഈ ഭാവി പ്രവർത്തനങ്ങൾക്ക് സർവ്വവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി.
ഈ ചടങ്ങിലെ അധ്യക്ഷൻ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ ഷാമിൽ, വേദിയിലും സദസ്സിലുമുള്ള മഹനീയർ, ഞാൻ വളരെ ചുരുക്കിയ വാക്കുകളിൽ സംസാരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളെവരും ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത് ഇനി ഈ ഞങ്ങളുടെ സംസാരത്തിന് ശേഷം ഈ വേദിയിൽ ഇറങ്ങിയിരുന്ന പ്രോഗ്രാമുകളിലേക്കാണ്. നമ്മുടെ കോളേജ് യൂണിയൻ ഇത്തവണ കോളേജ് ഇലക്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും തൊട്ടടുത്ത ദിവസങ്ങളിലായി തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഇത്തവണ പ്രവർത്തിച്ചു വന്നത്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഈ യൂണിയൻ ഇലക്ഷൻ കഴിഞ്ഞ് പിന്നെ പരീക്ഷകളിലേക്ക് പോയി. പരീക്ഷകളിൽ ഒരു പരീക്ഷ കഴിയുമ്പോഴേക്ക് അടുത്ത സെമസ്റ്ററിൻ്റെ പരീക്ഷ വന്ന് ഏകദേശം 1.5 മാസത്തോളം ഇടവേളയ്ക്ക് ശേഷമാണ് നമുക്ക് ഇനാഗ്രേഷനിലേക്ക് പോകാൻ കഴിഞ്ഞത്. പക്ഷെ ഇത്തവണ ഇതിനകം തന്നെ 1 ഡസനോളം പ്രോഗ്രാമുകൾ നമ്മുടെ യൂണിയൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട്, പല ഡേ ഒബ്സർവേഷൻസ് ആയിട്ട്, കേരളപ്പിറവി അടക്കമുള്ള കാർട്ടൂൺ കോമ്പറ്റീഷൻസ് അടക്കമുള്ള സ്പോർട് മാഗസിൻ കോമ്പറ്റീഷൻ അടക്കമുള്ള വിവിധ പരിപാടികളായി, കലാകായിക രംഗങ്ങളിലുള്ള പരിപാടികളായി ഈ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീസോണിൻ്റെ ടീം സെലക്ഷൻ ആൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു പടി മുമ്പിലാണ്. അതിവേഗം ബഹുദൂരം എന്ന് പറയുന്ന പോലെ നമ്മുടെ യൂണിയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് ഈ യൂണിയന് നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും വേണമെന്ന് ഒരു സ്റ്റാഫ് അഡ്വൈസർ എന്നുള്ള നിലയിൽ. പ്രിയപ്പെട്ട അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, MK ഹാജിയെ ഓർത്തെടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടിയാണ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. 1904 മുതൽ 1983 വരെ ശൗദാബാദിൻ്റെ നീലാകാശത്തിൽ ഈ സമൂഹത്തിനാകം വെളിച്ചം പകരി ജ്വലിച്ചു വന്ന ഒരു നക്ഷത്രത്തിൻ്റെ പേരാണ് MK ഹാജി എന്ന് പറയുന്നത്. ഞാൻ MK ഹാജിയെ ഓർത്ത് സംസാരിക്കുന്നത് വല്ലാത്തൊരു കാലത്താണ്. ചെറിയ ചെറിയ കാട്ടിക്കൂട്ടലുകളുടെ പേരിൽ പുതിയ പുതിയ സെലിബ്രിറ്റികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പാട്ട് പാടുന്നത്, അത് ആളുകൾ ശ്രദ്ധിക്കുന്നതുമൊക്കെ ഒരുപക്ഷെ പാടുന്ന ആൾ സെലിബ്രിറ്റി ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ നോക്കി നിന്ന ആളും സെലിബ്രിറ്റിയായ ഒരു കാലത്ത് ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ അയാൾ ചെയ്തപ്പോൾ അയാൾ സെലിബ്രിറ്റിയായ ഒരു കാലത്ത്, ഇങ്ങനെയൊക്കെയുള്ള ഒരു പുതിയ കാലത്ത് നമ്മുടെ കൊച്ചു സ്ക്രീനിലെ ഇലയനക്കങ്ങൾ മുഴുവൻ ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഘട്ടത്തിലേക്ക് വഴിമാറിയ നേരത്ത് എത്രയോ കുട്ടികളുടെ SSLC പുസ്തകത്തിലെ നെയിം ഫാദർ MK ഹാജിയായിരുന്നുവെന്നോ, തൻ്റെ പെൺകുട്ടികൾക്ക് മാത്രമല്ല എത്രയോ കുട്ടികൾക്ക് നിക്കാഹ് കർമ്മം നിർവഹിക്കാൻ നിറഞ്ഞ കണ്ണുകളോടെ കൈനീട്ടിക്കൊടുത്തൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരുന്നുവെന്നും, എത്തീം കുട്ടികളെ മാറോട് ചേർത്ത് പിടിച്ച് അതാണ് തൻ്റെ ജീവിതമെന്ന് ഒരു മനുഷ്യൻ കരുതിയ കഥ എത്ര തലമുറ ഓർക്കേണ്ടതാണ്. Audience, let's all give a big round of applause for our shining stars. കായിക രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനമാണ് നടക്കുന്നത്. അത് മുന്നോടിയായി NCCയിലെ കുറച്ച് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം. പേര് വിളിക്കുന്ന വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് സ്റ്റേജിലേക്ക് കടന്നു വരിക. ആദ്യമായി ഓൾ ഇന്ത്യ ഗേൾസ് ട്രെക്കിംഗ് എക്സ്പെഡിഷൻ, നീലഗിരിയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ഗേൾസ് ട്രെക്കിംഗ് എക്സ്പെഡിഷനിൽ പങ്കെടുത്ത ഷഹദ, തേർഡ് ഇയർ മാത്സ് വിഭാഗത്തിലെ ഷഹദ. അടുത്തതായി നസീഫ് ബി, സെക്കൻഡ് ഇയർ ഹിസ്റ്ററിയിലെ നസീഫ് ബി. അദ്ദേഹം
അവനൊരു ക്യാമ്പിൽ പങ്കെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിന് പകരമായി അവരുടെ ഒരു സുഹൃത്ത് സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വരുന്നു. വേദിയിൽ പ്രീ റിപ്പബ്ലിക് ഡേ ക്യാമ്പിൽ പങ്കെടുത്ത നസീഫ് പിക്കുള്ള അവാർഡ് ദാനമാണ്. അടുത്തതായി ആർമി അറ്റാച്ച്മെന്റ് ക്യാമ്പ് പാങ്ങോട് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആർമി അറ്റാച്ച്മെന്റ് ക്യാമ്പിൽ പങ്കെടുത്ത വിഷ്ണു ടി. ഓഗസ്റ്റിൽ നടന്ന പ്രീ എവറസ്റ്റ് ക്യാമ്പിൽ പങ്കെടുക്കുകയും അഡ്വാൻസ് മൗണ്ടനറിംഗ് ക്യാമ്പിൽ പങ്കെടുക്കാൻ സെലക്ട് ആവുകയും ചെയ്യപ്പെട്ട തേർഡ് ഇയർ ഹിസ്റ്ററിയിലെ മുഹമ്മദ് നസീഫ് ടി എൻ. വേദിയിൽ മുഹമ്മദ് നസീഫ് ടി എൻ. അടുത്തതായി നാഷണൽ കിക്ക് ബോക്സിംഗ് 57 കിലോഗ്രാം ഗോൾഡ് മെഡൽ ഫുൾ കോൺടാക്ട് നേടിയെടുത്ത ഫസ്റ്റ് ഇയർ ഹിസ്റ്ററിയിലെ മുഹമ്മദ് അദ്നാൻ കെ കെ. അടുത്തതായി നാഷണൽ കിക്ക് ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടിയ അനീന ജിനേഷ്. കേരള സ്റ്റേറ്റ് ബോക്സിൽ സിൽവർ മെഡൽ ജേതാവ് കൂടിയാണ്. വേദിയിൽ അനീന ജിനേഷ്. ആദിത്യൻ ഇ. മലപ്പുറം ഡിസ്ട്രിക്ട് ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 20 മെൻ റേസ് വാക്കിൽ സിൽവർ മെഡൽ നേടിയ ആദിത്യൻ ഇ. അടുത്തതായി നാഷണൽ കിക്ക് ബോക്സിംഗിൽ ബ്രോൺസ് മെഡൽ നേടിയ ഹംദ്. BBA ഫസ്റ്റ് ഇയർ BBA വിദ്യാർത്ഥി ഹംദ്. അടുത്തതായി സെനിൻ എം. PG ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥി സെനിൻ എം. 71 kg സീനിയർ മെൻ ഫുൾ കോൺടാക്ട് ആൻഡ് ലോക്കിംഗ് ഗോൾഡ് മെഡലിസ്റ്റ് ആണ് സെനിൻ എം. അടുത്തതായി സൽമാൻ ഫാരിസ് 51 kg സീനിയർ മെൻ ഫുൾ കോൺടാക്ട് സിൽവർ മെഡൽ സ്റ്റേറ്റ് ലെവൽ. വേദിയിൽ സൽമാൻ ഫാരിസ്. ആബിദ് അലി എന്നും ഫസ്റ്റ് ഇയർ ബികോം വിദ്യാർത്ഥിയാണ്. ആബിദ് അലി മലപ്പുറം ഡിസ്ട്രിക്ട് അമേച്ചർ അത്ലറ്റിക് മീറ്റ് 100 മീറ്റർ ബ്രോൺസ് മെഡലിസ്റ്റ്. അടുത്തതായി ഫസ്റ്റ് ഇയർ ഇംഗ്ലീഷ് വിദ്യാർത്ഥി മുഹമ്മദ് റഹീസ് മലപ്പുറം ഡിസ്ട്രിക്ട് അമേച്ചർ അത്ലറ്റിക് മീറ്റ് 5000 മീറ്റർ റണ്ണിംഗ് തേർഡ്. മുഹമ്മദ് റഹീസ്. മുഹമ്മദ് സിനാൻ AT ഫസ്റ്റ് ഇയർ എക്കണോമിക്സ് വിദ്യാർത്ഥിയാണ്. മുഹമ്മദ് സിനാൻ നാഷണൽ കിക്ക് ബോക്സിംഗ് സിൽവർ മെഡൽ 51 kg. അടുത്തതായി ഫസ്റ്റ് ഇയർ മാത്സിലെ വിദ്യാർത്ഥി ആവണി മറിയം പ്രദീപ്. വേദിയിൽ ആവണി മറിയം പ്രദീപ് കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ബ്രോൺസ് മെഡൽ ബിലോ 50 kg. അടുത്തതായി അദീപ് വിശാൽ ഫസ്റ്റ് ഇയർ BBA വിദ്യാർത്ഥിയാണ്. അദീപ് വിശാൽ കേരള സ്റ്റേറ്റ് കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ 2024 വിന്നറാണ് അദീപ് വിശാൽ.
പ്യൂർ മുസൽസൽ. അവിടെയൊക്കെ ഇത്തരം തിന്മകൾക്കെതിരെ നന്മയുടെ പക്ഷം നിൽക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണം എന്നാണ് വളരെ ചുരുക്കി ലഘുവായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ വലിയ വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെ കാലത്ത് പലവിധത്തിലുള്ള ജീർണതകൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ജീർണതകളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ സാധിക്കും. വിദ്യാഭ്യാസമുള്ളവൻ സംസ്കരിക്കപ്പെട്ടവനാണ് എന്നാണ് വസ്തു. എന്നാൽ ഇന്ന് അങ്ങനെയാണ്. ഏറ്റവും വലിയ കുറ്റവാളികൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക ശ്രേഷ്ഠത കൈവരിക്കുക എന്നുള്ളതാണ്. ടാഗോർ തന്നെ പറഞ്ഞ പോലെ ഭൗതിക ശ്രേഷ്ഠത മാത്രം പോരാ, ധാർമ്മികത ശ്രേഷ്ഠതയും ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവണം. സംസ്കരിക്കപ്പെടുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിന് അപവാദമായ പല സംഗതികളും നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മയക്കുമരുന്നിന്റെ MDMന്റെ ഹബ്ബായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നത് കേരളമാണ്, ഗോവയല്ല. അല്ലെ, നമ്മുടെ പൊതുവിലുള്ള വെപ്പ് അങ്ങനെയാണ്. ഗോവയെ കവച്ചു വെക്കുന്ന ആ രംഗത്തുള്ള ജീർണതയാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് പ്രതിരോധിക്കേണ്ടത്? അത് പ്രതിരോധിക്കേണ്ടത് വളർന്നു വരുന്ന നിങ്ങളാണ്. ഇനി നിങ്ങളുടേതാണ് ഈ ലോകം, നിങ്ങളുടേതാണ് ഈ രാജ്യം. അപ്പൊ അതിനൊക്കെ എതിരായ ചിന്തകൾ ശക്തിപ്പെടുത്തി കൊണ്ടുവരേണ്ടത് നമ്മുടെ വിദ്യാർത്ഥിനികളാണ്. അങ്ങനെ പലതും അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നു. അപ്പൊ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ കാലഘട്ടം എന്ന് പറയുന്നത് വർണ്ണാഭമായ ജീവിതത്തിലെ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നന്നായി ക്യാമ്പസ് ജീവിതം ആസ്വദിക്കണം, അനുഭവിക്കണം. സൗഹൃദങ്ങൾ, വലിയ വലയങ്ങൾ, അതൊക്കെ വേണം. പക്ഷെ അതോടൊപ്പം ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. ഞങ്ങൾ പഠിക്കുമ്പോണ്ടായിരുന്ന അവസരം എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗിന് 23 ബ്രാഞ്ച് ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കോഴ്സ്, അങ്ങനെ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ബ്രാഞ്ചുകൾ പറഞ്ഞ 23 ബ്രാഞ്ചാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും നാനോ ടെക്നോളജിയും ബയോടെക്നോളജിയും ഒക്കെ വന്ന് മോർ ദാൻ 300 ബ്രാഞ്ചസ്. എഞ്ചിനീയറിംഗിന് വന്ന മാറ്റം 300-ൽ പരം ശാഖകളുണ്ട്. നിങ്ങൾക്കതിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഒരുപാട് പുതിയ ശാസ്ത്രീയമായ സംഗതികൾ, പുതിയ കോഴ്സുകൾ, പുതിയ യൂണിവേഴ്സിറ്റികൾ. കാലം മാറുന്ന പല വിധത്തിലുള്ള മാറ്റം ഉണ്ടാവും. വിദേശ സർവകലാശാലകൾ നമ്മുടെ നാട്ടിലേക്ക് വരാൻ പോകും. വരണ്ടാന്ന് പറയാൻ പറ്റില്ല, കാരണം അതിനൊക്കെ ചില കരാറുകളുണ്ട്. അപ്പോൾ വിദേശ സർവകലാശാല നമ്മുടെ നാട്ടിൽ വരുമ്പോഴോ നമ്മളെ യൂണിവേഴ്സിറ്റികൾ മികച്ചതാവണം. മികച്ചതല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ ആളുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി, ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാൻ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. വിദേശത്ത് പഠിക്കാൻ പോകുന്നതൊരു തെറ്റല്ല, പക്ഷേ പലരും അവിടെ പോയി ഭാവി ജീവിതം അവിടെയാണ് അല്ലേ. ആദ്യം അങ്ങോട്ട് പോകുന്നു, കഴിയുമെങ്കിൽ അവിടുത്തെ ഒരു ജീവിത പങ്കാളി, കുറച്ചെങ്കിലും മനസ്സിൽ നന്മയുള്ളവർ, രക്ഷകർത്താക്കൾ വേണമെങ്കിൽ ഞങ്ങൾ അവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ജർമ്മനിയിലേക്കോ ഓസ്ട്രേലിയയിലേക്കൊക്കെ രക്ഷകർത്താക്കളെ അങ്ങോട്ട് കൊണ്ടുപോകും. അത് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ലോകം ഒരു വിരൽത്തുമ്പിലാണ്. എല്ലാ അതിർത്തികളും മാഞ്ഞ ഒരു പുതിയ കാലഘട്ടമാണ്. അതൊരു തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അങ്ങനെ പോയാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി എന്തായിരുന്നു? നമ്മളുടെ കുറെ ആളുകളുടെ പ്രവാസമാണ് സത്യത്തിൽ ഈ രാജ്യം തന്നെ ഇന്ന് കാണുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് വന്നത്. കേരളത്തിലുള്ള ഒരു പ്രത്യേകത അറിയാം, 3.5 കോടി ജനങ്ങളിൽ 1.5 കോടി ജനങ്ങൾ പ്രവാസത്തിലാണ്. അവര് 50,000 കോടി ഇന്ത്യൻ പണമാണ് ഒരു വർഷം വിദേശ നാണ്യമായി നമ്മുടെ നാട്ടിലേക്ക് വന്നിരുന്നത്. അതുണ്ടാക്കിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിദേശത്ത് പോകുന്നത് തെറ്റല്ല, പക്ഷേ അവരുടെ സേവനം ലഭിക്കേണ്ടത് ഈ നാടിന്റെ വളർച്ചയ്ക്കാണ്. അപ്പൊ എന്ത് വേണം? നമ്മുടെ യൂണിവേഴ്സിറ്റികൾ സമ്പന്നമാവും. നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ സമീപകാലത്തെ സ്ഥിതി എന്താ? ഗവർണറും സർക്കാരും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകാൻ പാടില്ല. ഞാനിതിന്റെ രാഷ്ട്രീയത്തിലേക്ക് പോകുന്നു. എത്ര യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരുണ്ടായില്ല ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം. അതല്ല, അപ്പൊ അത്തരം രാഷ്ട്രീയമായ പുതുസായ തർക്കങ്ങളിൽ പോകേണ്ട സ്ഥലമല്ല യൂണിവേഴ്സിറ്റികൾ. യൂണിവേഴ്സിറ്റിയിൽ എന്തിനാ രാഷ്ട്രീയം? കുസാറ്റിന്റെ ബില്ല് കേരള നിയമസഭയിൽ പൈലറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ CH മുഹമ്മദ് കോയ സാഹിബ്. ഈ കോളേജ് ഉണ്ടാകുന്നു ഒരു വിധത്തിലുള്ള അലിഗേഷൻ അന്നും ഇന്നും
അത് ഇന്നും തുടർന്നു വരുന്നു എന്നുള്ളതാണ്. ലാൻഡ്സ്കേപ്പിൽ എടുത്താൽ മതി. എനിക്കറിയില്ല ക്യാമറ അഭിമുഖീകരിക്കുമ്പോൾ നല്ല ക്യാമറ ഉണ്ട്, എനിക്ക് ക്യാമറ അറിയില്ല. അതിലൊന്നും ഇന്ന് വരെ ഒരു കറുത്ത പുള്ളി വീഴാതെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഇത് വിശുദ്ധിയാണ് കാണിക്കുന്നത്. ഇന്നും ഈ കലാലയത്തോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ പോകുന്ന ഒരു കോളേജാണ്. പിന്നെ നമുക്കറിയാം വലിയ വലിയ മാറ്റങ്ങളുണ്ടായി. ഇന്റർനെറ്റ് വന്നതോടുകൂടി ഉണ്ടായ മാറ്റങ്ങൾ വിവരണാത്മകമാണ്. ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ, ഞങ്ങളിവിടെ പഠിക്കുമ്പോൾ അന്ന് ഞങ്ങൾ കേട്ടത് ഒരു 20 കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 25 കൊല്ലം കഴിഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ ഇന്റർനെറ്റ് സാർവത്രികമാണ്. വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് കാണുന്ന നമ്മുടെ ഈ മാറ്റങ്ങൾ വാട്സപ്പും ഫേസ്ബുക്കും വീഡിയോ കോളും അങ്ങനെ എല്ലാ സംഗതികളും അന്ന് കേൾക്കുമ്പോൾ അത് അത്ഭുതമാണ്. ഇന്നത് സർവ്വസാധാരണമാണ്. എല്ലാവരും പ്രായം ചെന്നവർ പോലും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർ പോലും ഇന്റർനെറ്റിന്റെ ഗുണഭോക്താക്കളാണ്. എല്ലാം വിരൽ മുമ്പിലാണ്. ഞാൻ ഇന്ന് ഓർക്കുന്നു, പ്രിൻസിപ്പളുടെ റൂമിന്റെ മുകളിൽ ഒരു ലൈബ്രറിയുടെ മേലെ ഒരു PG ലൈബ്രറി, PG സ്റ്റുഡൻസിന് മാത്രം പ്രിഫർ ചെയ്യാനുള്ള ലൈബ്രറിയാണ്. അതിന്റെ മേലെ റൂമിൽ അപ്പൊ അന്ന് PG ലൈബ്രറി. ആ PG ലൈബ്രറിയിൽ ഒരു ടർക്കിയിലൊക്കെ പൊതിഞ്ഞു വെച്ചൊരു ചെറിയ സാധനം കമ്പ്യൂട്ടർ. അപ്പൊ അന്ന് ആകെ ഈ കോളേജിലുള്ള ഏക കമ്പ്യൂട്ടർ അത് മാത്രമാണ്. അത് പൊടിയൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി പുതിയ ടർക്കിയിലൊക്കെ പൊതിഞ്ഞു വെച്ചിട്ട് അതാണ് കമ്പ്യൂട്ടർ. പക്ഷെ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്റർനെറ്റ് സാർവത്രികമായപ്പോ കുട്ടികളുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ട്രാൻസാക്ഷൻ. അപ്പൊ ആ മാറ്റം, അതുണ്ടാക്കിയ മാറ്റം ഇന്ന് നിങ്ങൾ കേൾക്കുന്നതോ, ഞങ്ങൾ കേട്ടത് ഇന്റർനെറ്റ് വരാൻ പോകുന്ന വലിയ മാറ്റം ഉണ്ടാവുന്നു. നിങ്ങൾ കേട്ടതോ 20 കൊല്ലം കഴിഞ്ഞാൽ യന്ത്രങ്ങൾക്ക് മനുഷ്യന്റെ നിർമ്മിത ബുദ്ധി നൽകുന്ന ശാസ്ത്രം ഇവിടെ പ്രാവർത്തികമാകാൻ വിസ്ഫോടനകരമാണ്. തന്നെ ചില ആൾക്കാരുണ്ടാവും അവരോട് ചോദിച്ചാൽ വളരാൻ അനുവദിച്ചാൽ അത് നമ്മുടെ സാമൂഹ്യ അവരോട് നമ്മൾ ചില ഹോട്ടലുകളിലൊക്കെ ചെന്നാൽ ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പം വരും അല്ലേ, റോബോട്ടാണ് വരുന്നത്. അടുക്കാനായിട്ട് പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരുന്നത്, നമ്മൾ ഓർഡർ ചെയ്യുന്നത് ഒരു തുള്ളി കൂടിയതിന്റെ കുറവില്ല, കൃത്യമായിട്ട് നമ്മുടെ ടേബിളിൽ സർവ് ചെയ്യും. ഒരു സപ്ലയറുടെ ജോലി കൊണ്ടാണ് ഇന്നലെ പോയത്, കുഞ്ഞപ്പൻ പോയത്. അപ്പൊ കേവലം ഒരു സപ്ലയറുടെ കാര്യത്തിൽ മാത്രം ഇത്തരം ആൻഡ്രോയിഡ് കുഞ്ഞപ്പന്മാര് അവസാനിക്കുന്നത് നിങ്ങൾ കരുതണ്ട. നാളെ ഈ യന്ത്രം വക്കീലാവും, എഞ്ചിനീയറാവും, ഡോക്ടറാവും. നമ്മൾ നമ്മുടെ രോഗങ്ങൾ പറഞ്ഞു കൊടുത്താൽ യന്ത്രം നമുക്ക് മരുന്ന് കുറിച്ച് തരും. നമ്മളൊരു സ്പെസിഫിക്കേഷൻ പറഞ്ഞു കൊടുത്താൽ ആ രീതിയിലുള്ള ഒരു കെട്ടിടത്തിന്റെ രൂപകൽപ്പന യന്ത്രമനുഷ്യൻ നമുക്ക് നൽകും. നിങ്ങളൊക്കെ വലിയ പ്രതീക്ഷയിലൊന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്, കാരണം പ്രതീക്ഷകളൊക്കെ നടക്കാനില്ല നമുക്കറിയില്ല. അതാണ് ഐക്യരാഷ്ട്രസഭ കൊടുത്ത വാണി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എല്ലാ മേഖലയിലും വ്യവഹരിക്കാൻ അങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പാടില്ല. ചില നിയന്ത്രണങ്ങൾ പറഞ്ഞു. മനുഷ്യന്മാരെ പോലെ കുറെ യന്ത്രങ്ങൾ സമൂഹത്തിൽ, യന്ത്രവും മനുഷ്യനും ഒരുമിച്ച് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വലുതായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തെളിയിക്കുന്ന എന്താണ്, വലിയ വൈജ്ഞാനിക വിസ്ഫോടനം ഉണ്ടായ ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് ജാഗ്രതയോടുകൂടി ചിന്തിക്കേണ്ടവരാണ് വിദ്യാർത്ഥികൾ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ നമ്മുടെ നാട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം. ഏറ്റവും വലിയ മതേതര രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം. ഒരുപാട് പൈതൃകങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ട്. ഗാന്ധിജിയും ടാഗോറും അങ്ങനെ നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നേതാക്കന്മാരുടെ ശിക്ഷണത്തിൽ വളർന്നു വന്ന ഒരു ജന സംസ്കൃതിയാണ് ഭാരതം എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതോ, ഇന്ന് ഈ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളോ ചെറുതാണോ? അല്ല. അപ്പൊ ആ പ്രതിസന്ധികളിൽ വിദ്വേഷവും അപര മത സ്പർദ്ധയും ബോധപൂർവവും ഭരണകൂടങ്ങൾ പോലും സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ കാലഘട്ടം അതിനെ നമുക്ക് ത്യജിക്കാൻ സാധിക്കും. നിർഭയമായ മാനസങ്ങളും ഉയർന്ന ശിരസ്സും
സ്വതന്ത്രമാകുന്ന വിജ്ഞാനവും ഉണ്ടാകണം എൻ്റെ ഇന്ത്യയിൽ എന്നാണ് ടാഗോർ സ്വപ്നം കണ്ടത്. ബോധപൂർവം തകർക്കപ്പെടുന്നില്ലേ? ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകർക്കപ്പെടുന്നില്ലേ? ഈ നാടിന്റെ മതേതര സംസ്കൃതി ഇല്ലാതെയാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളില്ലേ? അവിടെയൊക്കെ ഉണർന്ന് ചിന്തിക്കേണ്ടത് വളർന്നു വരുന്ന ചെറുപ്പക്കാരാണ്, വിദ്യാർത്ഥികളാണ്. നിങ്ങൾ വോട്ടവകാശം ഉള്ളവരാണ്, 18 വയസ്സ് കഴിഞ്ഞവരാണ്. അപ്പോ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ നിന്നും നോക്കണ്ടെന്ന് എഴുതിക്കൊണ്ടൊക്കെ ഞാൻ വേറെ അധ്യാപകനായിരുന്നു. അന്ന് സ്റ്റാഫ് ടീച്ചറായിട്ടും ഫൈനാൻസ് കൊണ്ടുവരുന്ന ആളായിട്ടും ഒക്കെ പല വേദികളിലും വന്നൊരു വ്യക്തിയാണ്. അന്നൊക്കെ ഞങ്ങളൊക്കെ പറയാറ് ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി തുടങ്ങിയ ഐറ്റങ്ങളിൽ നമുക്ക് 1ാം സ്ഥാനം നോക്കണ്ട, 2ാം സ്ഥാനം നോക്കിയാൽ മതി. 1ാം സ്ഥാനം PSMO കോളേജിന് ആണ് എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെയും നമുക്ക് നഷ്ടങ്ങൾ സംഭവിച്ചെന്നുള്ളതാണ്. കുട്ടികള് തികയാത്തത് കൊണ്ട് ടീം ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യം, പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ പാർട്ടിസിപ്പേഷന്റെ കുറവ്. അതുകൊണ്ട് ബോയ്സിനോട് പ്രത്യേകം പറയാം, ഈ വർഷം നമ്മൾ മാപ്പിള കലകൾ മുഴുവനായിട്ടും സീസൺ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റേജ് ചെയ്യപ്പെടണം. അതിന് നിങ്ങൾ കോളേജ് യൂണിയൻ ഭാരവാഹികളോട് സഹകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകണം. ടീം ഓൾറെഡി ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ സഹകരിക്കണം. പെൺകുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ആശങ്കയില്ല, നമ്മുടെ ടീമുകളൊക്കെ തന്നെ സ്റ്റേജ് ചെയ്യാറുണ്ട്. എങ്കിലും പറയാണ്, ഏറ്റവും നല്ല കുട്ടികൾ അതിൽ സഹകരിച്ചു കൊടുക്കണം, അഭ്യർത്ഥിച്ചുകൊണ്ട് നല്ലൊരു കോളേജ് യൂണിയൻ ആവട്ടെ. PSMO കോളേജിന്റെ ആ ഒരു എന്താ പറയാ, ആ എല്ലാ എസൻസും ഉൾക്കൊണ്ട്, നമ്മുടെ എല്ലാ മൂല്യങ്ങളും ഉൾക്കൊണ്ട് കുട്ടികൾ മുന്നോട്ട് നയിക്കാൻ ഈ വർഷത്തെ കോളേജ് യൂണിയന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസ അർപ്പിച്ചുകൊണ്ട് പ്രിൻസിപ്പലായിട്ട് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ആശംസ നേരുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ അലുമിനിയും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. സേവനത്തിന്റെ രീതിയിൽ കർമ്മനിരതനായി നാടിനെ മുന്നോട്ട് നയിക്കുന്ന ജനനായകൻ, ജനസഞ്ചയത്തെ തന്നിലേക്ക് ആകർഷിച്ച, നാടറിഞ്ഞ, നാടിനെ അറിഞ്ഞ മണ്ണാർക്കാടിന്റെ നിയോജക മണ്ഡലം MLA, നമ്മുടെ കോളേജ് അലുമിനിയും മുൻ UUCയുമായ സൗദാബാദിൽ ചരിത്രം രേഖപ്പെടുത്തുക കൂടി ചെയ്ത ഇദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയാണ് PSMO കോളേജ് യൂണിയൻ 2024-25 ഉദ്ഘാടകനായി തിരഞ്ഞെടുക്കേണ്ടത്? ഉദ്ഘാടനത്തിന് വേണ്ടി അഡ്വക്കേറ്റ് N. ഷംസുദ്ദീൻ MLA ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. വളരെയേറെ ആഹ്ലാദവും സന്തോഷവും അലതല്ലുന്ന ഈ യൂണിയൻ ഉദ്ഘാടന വേളയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന യൂണിയന്റെ ചെയർമാൻ മുഹമ്മദ് ഷാമിൽ, അഭിവന്ദ്യനായ ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ബഹുമാന്യ സ്നേഹിതൻ ഡോക്ടർ അസീസ് അവർകളെ, യൂണിയന്റെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫവാസ്, വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ അമീൻ റാഷിദ്, ഇവിടെ MK ഹാജി അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ഏറെ ശ്രദ്ധേയനായ യുവജന പ്രവർത്തകൻ ഷെരീഫ് കുറ്റൂർ, ബാസിം, അജ്മൽ, മുഹമ്മദ് ഹസീബ്, മുഹമ്മദ് ഷരീഫ്, മുജീബ് റഹ്മാൻ കാരി, അബ്ദുൽ സമദ്, മുഹമ്മദ് സാബിത്ത്, PM ഷാന തുടങ്ങി
യൂണിയന്റെ സാരഥ്യം വഹിക്കുന്ന വിദ്യാർത്ഥിനികളും ചുമതലയുള്ള അധ്യാപകരുമായ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ വർഷത്തെ യൂണിയൻ ഉദ്ഘാടന വേളയിൽ അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തിച്ചേർന്ന PSMO കോളേജിലെ നല്ലവരായ വിദ്യാർത്ഥിനികൾ, എല്ലാവർക്കും ഹൃദ്യമായ സ്നേഹാഭിവാദ്യം. ഒരു കോളേജ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി ഇവിടെ തിരശ്ശീല ഉയരുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഈ ഉദ്ഘാടന വേളയിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ഓഡിറ്റോറിയത്തിൽ നിൽക്കുമ്പോൾ ഞാൻ സ്വാഗതം പറഞ്ഞ, ഞാൻ സംഘാടകനായ നിരവധി കോളേജ് യൂണിയൻ ഉദ്ഘാടനങ്ങളുടെ ഓർമ്മകൾ എൻ്റെ സ്മൃതിയിൽ തെളിഞ്ഞു വരികയാണ്. അന്ന് ഓഡിറ്റോറിയമില്ല. ഇതിന് നേരെ എതിർവശത്ത് ഉണ്ടായിരുന്ന എത്തിങ്ങാനയോട് ചേർന്നുണ്ടായിരുന്ന പഴയ ഒരു സ്റ്റേജ് മാത്രമാണ്. ആ സ്റ്റേജിന് അഭിമുഖമായി വലിയ പന്തൽ കെട്ടിയാണ് അന്ന് കോളേജ് യൂണിയൻ ഉദ്ഘാടനവും കോളേജ് ഡേയും ഒക്കെ നടത്തിയത്. അന്ന് പ്രീ ഡിഗ്രി കൂടിയുള്ള കോളേജ് ആയതുകൊണ്ട് തന്നെ ഒരു 3,000-4,000 കുട്ടികൾ ആ സമയത്ത് സന്നിഹിതരാകുന്ന ഒരു വലിയ ഓഡിയൻസും സദസ്സുമായിരുന്നു ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ സ്വന്തമായി നമുക്ക് ഓഡിറ്റോറിയമായി ക്യാമ്പസിൽ പല മാറ്റങ്ങളുമുണ്ടായി. അപ്പം ഞാൻ ആ കോളേജിലെ ആ പ്രോഗ്രാമുകൾ എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ മിന്നി മറയുകയാണ്. പലപ്പോഴും ഇതുപോലെ ഉദ്ഘാടകരായും വിശിഷ്ടാതിഥികളായും പ്രഭാഷകന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. വളരെ ആഹ്ലാദവും സന്തോഷവും തുടികൊട്ടുന്ന ഒരു സന്ദർഭം കൂടിയായിരിക്കും ആ വേളകൾ. നമുക്കറിയാം, ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ച് വർഷങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രീ ഡിഗ്രി ഇല്ലാത്ത ക്യാമ്പസുകളിൽ 3 കൊല്ലമോ PG കൂടി അതേ ക്യാമ്പസിൽ തന്നെ നമുക്ക് കഴിഞ്ഞ വർഷവും നഷ്ടപ്പെട്ടു. അത് നമ്മൾ എന്തായാലും തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതിനെല്ലാ കുട്ടികളും സഹകരിച്ചു കൊടുക്കണം. അവിടെയും എനിക്ക് സത്യം പറഞ്ഞാൽ ചെറിയ വിഷമം തോന്നുകയാണ്. 1800 കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ, ഒരു കോളേജ് യൂണിയൻ ഇനാഗുറേഷൻ വേദിയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ എണ്ണം കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയ വിഷമം തോന്നി. കുട്ടികൾ ക്യാമ്പസിലുണ്ട്, ഇനിയുമുണ്ട്. ഇത്തരം വേദികളൊക്കെ തന്നെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിർബന്ധമായും കുട്ടികൾ ഈ ഹാള് മുഴുവനായിട്ടും കുട്ടികൾ എത്തേണ്ടതായിരുന്നു. എന്തോ ഇങ്ങനെയാണ് മുൻ വർഷ റിപ്പോർട്ടിൽ വ്യക്തതയില്ല. DC-യുമായി സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കിയെന്ന് മാത്രമേ കണ്ടു. നടക്കുമെന്ന പ്രതീക്ഷ നമുക്ക് കൈപിടിയാതെ നോക്കാം. കാരണം ഞാനിത് പറയുന്നത് പ്രത്യേകിച്ചും ശംസുദ്ദീൻ സാഹിബ് കൂടി ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹം ഈ കോളേജിന്റെ ഫൈൻ ആർട്സ് സെക്രട്ടറി ആയിരുന്നു. അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ഇന്റർസോണിന്റെ കപ്പ് PSMലേക്ക് കൊണ്ടുവന്നിരുന്നു. അതൊക്കെ പഴയ നല്ല ഓർമ്മകളാണ്. സീസോണിന്റെ കപ്പല്ല, ഇന്റർസോണിന്റെ കപ്പ് PSMലേക്ക് കൊണ്ടുവന്നിരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ 3 വർഷം അദ്ദേഹം UUC ആയിരുന്നു. 5 വർഷം PSMOയിൽ പഠിച്ച സമയത്ത് 4 വർഷവും യൂണിയന്റെ ഭാരവാഹിയായിരുന്നു. 3 വർഷം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലായിട്ട് PSMO കോളേജിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതൊക്കെ പഴയ കാലമാണ്. പിന്നീട് കാലം മാറിയപ്പോൾ നമുക്ക് ഇന്റർസോണിൽ നമ്മൾ മറന്നു. ഇന്റർസോണിന്റെ പരിപാടിയിൽ പലപ്പോഴും നമുക്കൊരു ഈ വർഷത്തെ കോളേജ് യൂണിയൻ ഇലക്ഷൻ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ നേരത്തെ നടത്തി. എങ്കിലും ഇനിയും ഒരുപാട് ആശങ്കകൾ ബാക്കിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ആശങ്കകൾ പറയാം. 2020 മുതൽ കോളേജ് തലങ്ങളിലും യൂണിവേഴ്സിറ്റി തലങ്ങളിലും കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള വേദികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2020-ലും 2021-ലും കോവിഡ് ആയിരുന്നു കാരണമെങ്കിൽ
അതിനുശേഷം മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് യൂണിവേഴ്സിറ്റി യൂണിയൻ പവർ ബാങ്ക് ഉണ്ട് ഈ എപ്പോഴും ഇറങ്ങാം യൂണിയന്റെ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇപ്പൊ കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കുന്ന വേദികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷം ഇരിക്കാൻ കഴിയില്ല. 2022 അവിടെ 5 മിനിറ്റ് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാ. കഴിഞ്ഞ അക്കാഡമിക് ഇയർ അതാരെങ്കിലും കൈ കൊടുത്താൽ മതി. ആയിക്കോട്ടെ. കഴിഞ്ഞ അക്കാഡമിക് ഇയർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കോളേജ് തലത്തിൽ നമ്മൾ പരിപാടികളൊക്കെ നടത്തി, ഫൈൻ ആർട്സ് കോമ്പറ്റീഷൻ നടത്തി, സീസോണിന് മത്സരാർത്ഥികളെ നമ്മൾ തയ്യാറാക്കി, ഇവിടെ ആ മത്സരം കോമ്പറ്റീഷൻ നടത്തി അവരെ തെരഞ്ഞെടുത്ത് ടീമുണ്ടാക്കി. പക്ഷെ അവസാനം സീസോൺ നടന്നില്ല. സീസോണും ഇന്റർ സോണും നടക്കാതെ പോയി. കഴിഞ്ഞ 5 വർഷത്തെ ചരിത്രമെടുത്താൽ സീസോൺ നടന്നത് 1 വർഷമാണ്. ഇനി ഈ വർഷം എങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. പക്ഷെ ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ടുണ്ട്, ജനുവരി മാസത്തിൽ സോണൽ കോമ്പറ്റീഷൻസും ഫെബ്രുവരി മാസത്തിൽ ഇന്റർ ലഭിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ലേറ്റ് ആണ്. നമുക്ക് 12:30 ആകുമ്പോൾ തന്നെ ഈ സെഷൻ അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ അഡ്രസ് നിർവഹിക്കാൻ വേണ്ടിയിട്ട് PSMO കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് സാറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി the esteemed principal of PSMO College, a visionary in the field of education, the guiding leader of our institution, Dr. Aziz sir. വിനയാനിതനായ പുഞ്ചിരി കൊണ്ട് പ്രതിസന്ധികളെ അതിജയിക്കാൻ അസാമാന്യമായ സാമർത്ഥ്യം കൊണ്ട് അനുഗ്രഹീതൻ. Now let's welcome Mr. Aziz sir to the stage to deliver the principal address. ഗുഡ് മോർണിംഗ് ഓൾ. PSMO കോളേജിൽ 2024-25 അക്കാഡമിക് ഇയറിൽ കോളേജ് യൂണിയൻ്റെ ഔപചാരിക ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്ന എല്ലാവരെയും പ്രിൻസിപ്പൽ എന്ന പേരിൽ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയങ്കരനായ PSMO കോളേജിൻ്റെ പൾസ് അറിഞ്ഞ കേരള നിയമസഭയിൽ അകത്തും പുറത്തും കാര്യങ്ങൾക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്ന, ഇടപെടുന്ന PSMO കോളേജിലെ അലുമിനസ് കൂടെയായ പ്രിയപ്പെട്ട മണ്ണാർക്കാട് MLA N. ഷംസുദ്ദീൻ സാഹിബ് അവരുടെ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ പ്രിയപ്പെട്ട അമീൻ റാഷിദ് KP, നമ്മൾ എല്ലാ വർഷവും കോളേജ് ിലും 1-2 പരിപാടികൾ ഈ യൂണിയൻ ഇനാഗ്രേഷന്റെ മുമ്പ് തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതിൽ അഭിമാനം കൊള്ളുന്നു. അതുപോലെ നമുക്ക് അറിയാം, നമ്മൾ സീസോൺ ഇന്റർ സോണൊക്കെ PSMOയുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് കെ ഈ പരിപാടിക്ക് സ്വാഗതം അർപ്പിച്ച് സംസാരിച്ചിട്ടുള്ള യൂണിയൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഫവാസ് കെ, മുഖ്യ അതിഥി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ റാഷിദ്, അതുപോലെ തന്നെ MKIG ഹരിസ്മരണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള അലിവ് ഫൗണ്ടേഷൻ ഫോർ കൾച്ചർ ആൻഡ് ഹ്യൂമാനിറ്റി ജനറൽ സെക്രട്ടറി ഷെരീഫ് കുറ്റൂർ, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിട്ടുള്ള സ്റ്റാഫ് അഡ്വൈസർ ബാസിം MP, ഫൈനാൻസ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അജ്മൽ സർ, അസീം സർ, അതുപോലെ തന്നെ സ്റ്റാഫ് എഡിറ്റർ ഷെരീഫ് സർ, ഓഫീസ് സൂപ്രണ്ട് മുജീബ് റഹ്മാൻ കാരി, സ്റ്റാഫ് ക്ലബ് അഹമ്മദ് സർ, UUC മുഹമ്മദ് സാബിത്ത്, സിദ്ദീഖ, മറ്റു യൂണിയൻ വേദിയിലിരിക്കുന്ന യൂണിയൻ ഭാരവാഹികളെ, എൻ്റെ സദസ്സിലിരിക്കുന്ന അധ്യാപകരെ, അതുപോലെ തന്നെ എൻ്റെ സൗദാബാദിലെ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കറിയാം ആദ്യമായിട്ട് 2024 യൂണിയൻ ചെയർമാനായിട്ട്
എന്നെ തെരഞ്ഞെടുത്തിൽ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. നമുക്കറിയാം ഡേയോട് കൂടി തന്നെ നമ്മുടെ സത്യപ്രതിജ്ഞ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതോടുകൂടി നമ്മൾ ഒരുപാട് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ചെയ്യാൻ സാധിച്ചു. അതിൽ ആദ്യത്തെ പരിപാടിയായിരുന്നു നമ്മൾ ഫുഡ് ഡേയോടനുബന്ധിച്ച് നമ്മൾ നിർത്തരായ ആളുകൾക്ക് ഫുഡ് കൊടുത്ത ഒരു പദ്ധതി. അതുപോലെ തന്നെ നമ്മുടെ മുട്ടിപ്പാട്ട് എന്ന പേരിൽ നമ്മുടെ കോളേജിൽ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് ആടാനും പാടാനും അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ പങ്കെടുക്കാനും ഒക്കെ ആയിട്ട് മുട്ടിപ്പാട്ട് എന്ന പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ ഒരുപാട് നമ്മുടെ വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്പോർട് മാഗസിൻ സംഘടിപ്പിച്ചിരുന്നു. അതുപോലെ ഇപ്പം മിനിയാന്ന് നമ്മൾ നമ്മുടെ ഇവിടെ കോവിഡ് മഹാമാരിയിൽ നമ്മുടെ അക്കാഡമിക് കലണ്ടറുകളും എല്ലാം താറുമാറായപ്പോൾ 2 വർഷക്കാലത്തോളം ഇലക്ഷനുകളും മറ്റ് യൂണിയൻ പരിപാടികളൊന്നും നടക്കാതിരുന്നപ്പോൾ അതിനുശേഷം 2022-23 ആദ്യമായിട്ട് പുതിയ തുടക്കമെന്നോളം വീണ്ടും ഇലക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ കോളേജിൽ ഇപ്പോൾ PG മാത്സ് സെക്കൻഡ് ഇയർ പഠിക്കുന്ന മുമീസിന്റെ നേതൃത്വത്തിൽ PSM പോലെ പ്രബുദ്ധരായ വിദ്യാർത്ഥികളെ ഒരു യൂണിയനെ തെരഞ്ഞെടുത്തു. അന്ന് ആ യൂണിയൻ ഇനാഗ്രേഷന് പേരിട്ടത് ഇബിത്തിദ എന്നാണ്. ഇവിടെ പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും. ഇബിത്തിദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം എന്നാണ് അർത്ഥം. അതെ, അതൊരു പുതിയ തുടക്കം തന്നെയായിരുന്നു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പുതിയ തുടക്കം എന്നോണം മുമീസിന്റെ കീഴില് നമ്മൾ പുതിയൊരു യൂണിയന് കീഴിലുള്ള ഒരുപാട് നല്ല പരിപാടികളും സംഘടിപ്പിച്ചു. അതിനുശേഷം കഴിഞ്ഞ വർഷം അർഷദ് ഷാന്റെ നേതൃത്വത്തിൽ വീണ്ടും നമ്മളൊരു യൂണിയൻ കെട്ടിപ്പടുത്തു. അതിനൊരു പേരിട്ട് നമ്മൾ തസൽസുൽ അല്ലെങ്കിൽ തുടർച്ച. മുമീസ് എവിടെ തുടങ്ങി വെച്ചോ അതിനൊരു തുടർച്ചയായിട്ട് അർഷദ് ഷാനും കൂട്ടരും ഞാനടങ്ങുന്ന അർഷദ് ഷാന്റെ യൂണിയൻ വളരെ മനോഹരമായി തന്നെ ആ യൂണിയൻ കാലഘട്ടം മുന്നോട്ട് കൊണ്ടുപോയി. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആ യൂണിയൻ കാലഘട്ടം പര്യവസാനിച്ചു. ഇന്നിതാ കഴിഞ്ഞ ഇലക്ഷനില് ഷാമിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു യൂണിയനെ നമ്മളെല്ലാവരും കൂടി തെരഞ്ഞെടുത്തു. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ ഇനാഗ്രേഷൻ പരിപാടിയാണ് നടക്കുന്നത്. അതിന് നമ്മൾ പേരിട്ടിട്ടുള്ളത് മുസൽസൽ എന്നാണ്. മുസൽസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റ്, സ്ഥിരമായ ഒന്ന് എന്നാണ് പറഞ്ഞ് അർത്ഥം വരുന്നത്. ഉറുദു വാക്കാണത്. മുമീസ് തുടങ്ങി വെച്ച അർഷദ് ഷാൻ തുടർന്ന് പോന്ന ഒരു യൂണിയൻ ഓർമ്മകൾ ഷാമിലിന്റെ നേതൃത്വത്തിൽ നമ്മൾ സ്ഥിരപ്പെടുത്താൻ പോവാണ് ഇവിടെ. അത് യൂണിയന്റെ ഭാഗത്തുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. വിദ്യാർത്ഥികൾക്കൊപ്പം എന്നും ഞങ്ങൾ ഉണ്ടാവും, കൂടെ ഉണ്ടാവും. എല്ലാവിധ പരിപാടികളിലും തിരിച്ചു നമ്മൾ എന്ത് ചെയ്യണം? വിദ്യാർത്ഥികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാ പരിപാടിയും വിജയമാക്കി നടത്താനേ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോ ഇന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ആദ്യം തന്നെ നിങ്ങൾക്കറിയാം, ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു പൊളിറ്റിക്കൽ ഐക്യം എന്ന നിലയിൽ ഒരുപാട് തിരക്കുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ഉദ്ഘാടനമായിട്ട് എത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ സാഹിബ് നമ്മളെ എളിയ ക്ഷണം സ്വീകരിച്ച് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ MLA അഡ്വക്കേറ്റ് N. ശംസുദ്ദീൻ സാഹിബിനെ ഞാൻ ആർദ്രമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മുഖ്യ പ്രഭാഷണം നടത്തുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ അമീൻ റാഷിദ് KP, അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാലാകാലങ്ങളായി നമ്മൾ തുടർന്നു പോകുന്ന ഒരു MK ഹാജി അനുസ്മരണം എന്ന സംഭവമുണ്ട്. എല്ലാവരും കഴിഞ്ഞ വർഷങ്ങളോട് പഠിച്ചത് കേട്ടിട്ടുണ്ടാവും. ഇപ്രാവശ്യം MK ഹാജി എന്ന മഹാമനുഷ്യനെ അനുസ്മരിക്കാനേ നമ്മൾ കൂടെ എത്തിയിട്ടുള്ളത് അലിവ് ഫൗണ്ടേഷൻ ഫോർ കൾച്ചർ ആൻഡ് ഹ്യൂമാനിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഷെരീഫ് കുറ്റൂരാണ്.
അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട യൂണിയൻ ചെയർമാൻ മുഹമ്മദ് ഷാമിൽ, അവനെ ഞാൻ എൻ്റെ സഹപ്രവർത്തനം കൂടിയാണ്, അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിൻസിപ്പൽ അഡ്രസ് വഹിക്കുന്ന നമ്മളെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, നമ്മൾ പുതിയ പുതിയ ഒരു പരിപാടികളുമായിട്ട് അദ്ദേഹത്തിന് മുന്നിൽ പോകുമ്പോൾ നമുക്ക് പ്രതീക്ഷയുടെ ഒരു ചിരി പകർത്തുന്ന നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ അസീസ്, അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടികൾക്ക് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന സ്റ്റാഫ് അഡ്വൈസർ, യൂണിയന്റെ സ്റ്റാഫ് അഡ്വൈസർ ആയിട്ടുള്ള, അതുപോലെ തന്നെ ഫിസിക്സ് HOD കൂടി ആയിട്ടുള്ള ബാസിം സർ, നമ്മൾ ഫൈൻ ആർട്സ് ഡയറക്ടറുമായിട്ടുള്ള ഹിസ്റ്ററി വിഭാഗം അധ്യാപകൻ അസീഫ് സർ, ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ അജ്മൽ സർ, അതുപോലെ സ്റ്റാഫ് എഡിറ്റർ മുഹമ്മദ് ഷെരീഫ് സർ, ഓഫീസ് സൂപ്രണ്ട് മുജീബ് റഹ്മാൻ കാരി, സ്റ്റാഫ് പ്രസിഡന്റും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HODയുമായിട്ടുള്ള സമദ് സർ, അതുപോലെ തന്നെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മെമ്പർ കൂടിയായിട്ടുള്ള സിദ്ദീഖ് സാഹിബ്, നമ്മളെ യൂണിയൻ പ്രതിനിധിയായിട്ട് UUC മുഹമ്മദ് സാബിത്ത് എന്നിവരാണ് ആശംസകൾ അർപ്പിക്കുന്നത്. ഏവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് നന്ദി പറയുന്നത് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ഷാന PM, അവളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് നമ്മളെ സത്യപ്രതിജ്ഞ, നമ്മളെ ഇലക്ഷൻ കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസം കൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്ത് യൂണിയൻ അധികാരം ഏറ്റെടുത്തിരുന്നു. അന്ന് സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ പറ്റാത്ത 2 പേരുണ്ട്. ഒന്ന് നമ്മുടെ UUC മുഹമ്മദ് സാബിത്ത്, അതേപോലെ മാക്സ് അസോസിയേഷൻ സെക്രട്ടറി ഷഹീൽ ബന്ന. അവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. സത്യവാചകം ചൊല്ലി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പളെ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ അത് ഏറ്റു പറയാൻ വേണ്ടിയിട്ട് സാബിത്തിനെയും ഷഹീൽ ബന്നയെയും പേരിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തതായി യൂണിയനിലെ 2 പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയ്ക്കാണ് മുസൽസലിന്റെ വേദി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 2024-25 വർഷത്തെ UUC ആയി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് സാബിത്തിന് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നതിനായി ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് സാറിനെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റ് ചൊല്ലുന്നതിനായി മുഹമ്മദ് സാബിത്തിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. PSMO കോളേജ് സ്റ്റുഡൻസ് യൂണിയന്റെ ഭാരവാഹി എന്ന നിലയിൽ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും നിയമങ്ങളും ചട്ടങ്ങളും ഞാൻ അനുസരിക്കുമെന്ന് ദൈവനാമത്തിൽ ആത്മാർത്ഥമായി പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും സ്ഥാപനത്തിൻ്റെ താൽപ്പര്യത്തിനും ക്ഷേമത്തിനും ഹാനികരമാകില്ലെന്നും വിദ്യാർത്ഥി സമൂഹം എന്നിൽ ഏൽപ്പിച്ച കടമകൾ എൻ്റെ കഴിവിൻ്റെ പരമാവധി നിർവഹിക്കുമെന്നും ഞാൻ ഉറപ്പു നൽകുന്നു.